പണ്ട് തൊട്ടേ നമ്മൾ മലയാളികളുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അരിയാഹാരം തന്നെയാണ്. നമ്മളെ അച്ചാച്ചന്മാരുടെ അമ്മമാരുടെ ഒക്കെ കാലം തൊട്ടേ അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ അവരുടെ ഇടയിൽ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ഒരു ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു രോഗമില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാവില്ല. കാരണം നമ്മളെ ആഹാര രീതി പണ്ടത്തെ പോലെയാണെങ്കിൽ നമ്മുടെ ജീവിത രീതി അത് കുറെ മാറിപ്പോയി. കാരണം അന്ന് അവര് ഭക്ഷണം കഴിക്കണ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൃഷി ചെയ്തിട്ടായാലും നെല്ല് കുത്തിയിട്ടായാലും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. മറിച്ച് ഇന്ന് നമുക്ക് വിരലിൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഭക്ഷണം കൊണ്ടുതരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ നമ്മൾ ഊർജത്തിന് ഉപയോഗിക്കേണ്ട ഭക്ഷണം സംഭരിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അമിതവണ്ണത്തിലേക്കും പിന്നെ ഈ ഡയബറ്റീസ് പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പല അസുഖങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി എങ്ങനെ ഒരു ഹെൽത്തി വേർഷൻ ആക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഇപ്പൊ പലരും കഴിക്കുന്ന ഭക്ഷണ രീതി എങ്ങനെയായിരിക്കും? ഉദാഹരണം ഉച്ചക്കാണെങ്കിൽ കുറെ ചോറ്, അതിന്റെ സൈഡിൽ കുറച്ച് കറി, കുറച്ച് കറികളായിട്ട് എന്തെങ്കിലും മീനോ ചിക്കനോ അല്ലെങ്കിൽ വറവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഇതിലെങ്ങനെ ഒരു മാറ്റം വരുത്താൻ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട വന്നാൽ തീരെ നമ്മൾ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്, പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കഴിക്കുക. അതായത് മുട്ട അല്ലെങ്കിൽ ചിക്കൻ, മത്സ്യം, മാംസം, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. എന്നിട്ട് കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വറവുകളോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ വെജിറ്റബിൾസ് ഈ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കുറച്ച് കഴിക്കുക, കുറച്ച് ഇലക്കറികൾ കഴിക്കുക. എന്നിട്ട് സൈഡിൽ ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ റൈസ് കഴിക്കുക. കാരണം നമുക്ക് അത്രയും ചോറിന്റെ ആവശ്യം, കാരണം അധികം ദേഹാധ്വാനം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത്രയൊക്കെ ഒരു എനർജിന്റെ ആവശ്യമുള്ളൂ. ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഓൾ ഡേ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയൊക്കെ മതി. പിന്നെ കുറെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ കുറച്ചും കൂടി എനർജി കൂടുതൽ ആവശ്യമുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി എമൗണ്ടിൽ ചോറ് കഴിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിന്റെ ഒരു പകുതിയിലധികവും മുക്കാൽ ഭാഗവും വേണമെങ്കിൽ പറയാം പ്രോട്ടീൻസും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ. ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ റൈസ് കഴിക്കുക. ഇതേ രീതി നമ്മുടെ എല്ലാ മീലിന്റെ കൂടെയും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതിന്റെ കൂടെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കുറച്ചും കൂടെ നിലവാരം